നമസ്തേ ബച്ചോ, വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ കോശിഷ് കർണേ വാലോം കി എന്ന കവിതയിലേക്ക് കടക്കാം. അപ്പോൾ കവിത പഠിക്കുന്നതിന് മുൻപായി കവിത എഴുതിയ ആളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ കോശിഷ് കർണേ വാലോം കി എന്ന കവിത എഴുതിയതാരാ? ഹരിവംശ് റായ് ബച്ചൻ. അപ്പോൾ ഹരിവംശ് റായ് ബച്ചനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഹരിവംശ് റായ് ബച്ചൻ 1907-2003 हिंदी कविता क्षेत्र में छायावादी कवि तथा हालावाद के प्रवर्तक. ഹിന്ദി കവിതാ ക്ഷേത്രമേ ഹിന്ദി കവിതാ മേഖലയിൽ ഛായാവാദിൻ്റെയും ഹാലാവാദിൻ്റെയും കവിയും പ്രവർത്തകനുമായിരുന്നു ആര്? ഹരിവംശ് റായ് ബച്ചൻ. പൂരാ നാം ഹരിവംശ് റായ് ശ്രീവാസ്തവ് ബച്ചൻ. അപ്പോൾ ഹരിവംശ് റായ് ബച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താ? ഹരിവംശ് റായ് ശ്രീവാസ്തവ് ബച്ചൻ. 1976 में പത്മഭൂഷൺ സെ സമ്മാനിത്. 1976 അദ്ദേഹത്തിന് എന്ത് കിട്ടി? പത്മഭൂഷൺ നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു. മധുശാല, മധുബാല, മധുകലശ്, നിശാ നിമന്ത്രൺ ആദി പ്രമുഖ രചനായ. അപ്പോൾ ഹരിവംശ് റായ് ബച്ചൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണ്? മധുശാല, മധുബാല, മധുകലശ്, നിശാ നിമന്ത്രൺ. ഇവയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകൾ. ആത്മകഥ 4 ഭാഗോं में പ്രകാശിത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ 4 ഭാഗങ്ങളായി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ക്യാ ഭൂലും ക്യാ യാദ് കരൂം, നീഡ് കാ നിർമാൺ ഫിർ, ബസേരെ സെ ദൂർ, ദശദ്വാർ സെ സോപാൻ തക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളുടെ 4 ഭാഗങ്ങളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കവിയെപ്പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഹരിവംശ് റായ് ബച്ചനാണ് ഈ കവിത എഴുതിയത്. കവിതയുടെ പേരെന്താണ്? കോശിഷ് കർണേ വാലോം കി. പരിശ്രമിക്കുന്നവർ അല്ലേ? കോശിഷ് കർണ എന്താ? പരിശ്രമിക്കുന്നവരെ പറ്റിയാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായോ? കവിത എഴുതിയ ആളുടെ പേരെന്താണ്? ഹരിവംശ് റായ് ബച്ചൻ. ഓക്കെ, നമുക്കിനി തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം കൂടിയുണ്ട്. എന്താ അത്? ചിത്ര കെ വ്യക്തിയോം കോ പഹച്ചാനെ യെ കിൻ കിൻ ക്ഷേത്രോ മേ മഷ്ഹൂർ ഹേ. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ? 4 പേരുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? തിരിച്ചറിയാനാണ് പറയുന്നത്. അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി കണ്ടെത്തണം. അപ്പോൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ ചിത്രം ആരുടേതാണ്? ഇലാ സച്ചാനി കണ്ടോ? ഇലാ സച്ചാനിയുടെ പ്രത്യേകത എന്താണ്? അവർ തൻ്റെ കാലുകൾ കൊണ്ട് എംബ്രോയിഡറി വർക്കുകൾ നൂൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ആര്? ഇലാ സച്ചാനി. അപ്പോൾ അവരെന്താ? ഒരു കാശിദാക്കാരിയ. എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്ന കൈകൾ കൊണ്ടാണ്. കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ ജോലികളും എന്ത് ചെയ്തു? കാലുകൾ കൊണ്ട് കൂടി ചെയ്യുന്നതിൽ ആര് വിജയിച്ചു? ഇലാ സച്ചാനി വിജയിച്ചു. രണ്ടാമതായിട്ട് ആരുടെ ചിത്രമാണ്? റിച്ചാർഡ് വൈറ്റ് ഹെഡ്. അപ്പോൾ രണ്ടാമതായിട്ടുള്ളത് ആരുടെ ചിത്രമാണ്? റിച്ചാർഡ് വൈറ്റ് ഹെഡ്. അദ്ദേഹം ഒരു അത്ലറ്റാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? തൻ്റെ കൃത്രിമ കാലുകൾ കൊണ്ടാണ് ഓട്ട മത്സരങ്ങളിലും മറ്റും അത്ലറ്റായത് അല്ലേ? അപ്പോൾ അത് ചെറിയ കാര്യമാണോ? അത് എന്തിലൂടെയാണ്? നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. മൂന്നാമതായ ആരുടെ ചിത്രമാണ്? എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആരാ അത്? സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾക്ക് ചലനമില്ല. അടുത്തതായി ആരുടെ ചിത്രമാണ്? നിക്കോളാസ് ജെയിംസ്. അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റും സംസാരിക്കുന്ന ആളാണ് ആര്?
നിക്കോളാസ് ജെയിംസ്. അപ്പോൾ 4 പേർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശരി, ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിതയുടെ പേരെന്താ? കോശിഷ് കർണേ വാലോം കി. എഴുതിയതാരാ? ഹരിവംശ് റായ് ബച്ചൻ. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ആദ്യത്തെ 2 വരി വായിച്ച് എല്ലാവരും. ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, കോശിഷ് കർണേ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. ഒന്നുകൂടി വായിക്കാം. ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, കോശിഷ് കർണേ വാലോം കോ കഭി ഹാർ നഹീം ഹോത്തി. ലഹർ എന്താ? തിരമാല. ലഹരോം സെ ഡർക്കർ, ഡർന എന്താ? പേടിക്കുക. അപ്പം തിരമാലകളെ പേടിച്ച്, നൗക എന്താ? വള്ളം, തോണി, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താ? തിരമാലകളെ പേടിച്ചിട്ട് നൗക, വള്ളം. പാർ നഹീം ഹോത്തി, തിരമാലകളെ പേടിക്കുന്ന ഒരു വള്ളത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? മറുകരയിൽ എത്താനായിട്ട് കഴിയില്ല, അല്ലേ? ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, കോശിഷ് കർണേ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. എന്താ? കോശിഷ് കർണ, പരിശ്രമിക്കുന്നത്, പരിശ്രമിക്കുന്നവർക്ക് എന്താ? കഭി ഹാർ നഹീം ഹോത്തി. ഹാർന എന്താ? ഹാർ എന്താ? തോൽവി. അപ്പോൾ പരിശ്രമിക്കുന്നവർക്ക് എന്താ? തോൽവികൾ ഇല്ല. പരിശ്രമിക്കുന്നവർക്ക് എന്താ? പരാജയം ഇല്ല. ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, തിരമാലകളെ പേടിക്കുന്ന ഒരു വള്ളം എന്ത് ചെയ്യില്ല? മറുകരയിൽ എത്തില്ല. അവയെ എന്ത് ചെയ്യണം? നമ്മൾ ധൈര്യത്തോടു കൂടി നേരിടണം. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അവയെല്ലാം ധൈര്യത്തോടു കൂടി എന്ത് ചെയ്യണം? നേരിടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയത്തിലേക്ക് എത്തണം. വിജയത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ നിരന്തരമായി എന്ത് ചെയ്യണം? പരിശ്രമം. അപ്പോൾ എന്താ? നിരന്തരമായ പരിശ്രമം നമ്മെ എന്ത് ചെയ്യുന്നു? ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. മനസ്സിലായോ? ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, കോശിഷ് കർണേ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. എന്താ? തിരമാലകളെ പേടിച്ചിട്ട് വള്ളം ഒരിക്കലും മറുകരയിൽ എത്തില്ല. അതായത് ഇവിടെ എന്താ പറയുന്നത്? വള്ളവും തിരമാലയുമായി ഇവിടെ താരതമ്യം ചെയ്യുന്നത് നമ്മളോടാണ്. എന്താ? നമ്മൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ട് വിജയത്തിലെത്തണം. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നാൽ എന്ത് ചെയ്യില്ല? നമ്മൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തില്ല. അവയെ ധൈര്യത്തോടു കൂടി നേരിടുക തന്നെ വേണം. കോശിഷ് കർണേ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. എന്താ? പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? പരാജയം ഉണ്ടാകില്ല. മനസ്സിലായോ? അടുത്ത വരികളിലേക്ക് കടക്കാം. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചढ़ती दीवारों पर 100 बार फिसलती है, मन का विश्वास रगों में साहस भरता है, चढ़कर गिरना गिरकर चढ़ना न अखरता है, आखिर उसकी मेहनत बेकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. ആദ്യത്തെ 2 വരി വായിച്ചേ. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചढ़ती ദീവാരോं पर 100 बार फिसलती है. അപ്പോൾ ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഇവിടെ ഉറുമ്പുകളെ പറ്റിയാണ് പറയുന്നത്. നന്നി ചീണ്ടി, ചീണ്ടി എന്താ? ഉറുമ്പുകൾ. അപ്പോൾ നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചെറിയ ചെറിയ ഉറുമ്പുകൾ എന്താ? ദാന ലേക്കർ ചൽത്തി ഹേ, ധാന്യങ്ങൾ കൊണ്ട് പോകുമ്പോൾ. നിങ്ങൾ ഉറുമ്പുകൾ ആഹാരം, ധാന്യങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ വലിയ ധാന്യങ്ങളായിരിക്കും, അവരെ കൊണ്ട് എടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ധാന്യങ്ങളായിരിക്കും അവർ കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ ഉറുമ്പുകളുടെ പരിശ്രമമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്താ? നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ഉറുമ്പുകൾ എന്താ? കുഞ്ഞുറുമ്പുകൾ എന്താ? ധാന്യവും കൊണ്ടുപോകുമ്പോൾ എന്താ? ചढ़ती ദീവാരോं पर 100 बार फिसलती है, അവരെന്ത് ചെയ്യും? ദീവാർ എന്താ? ഭിത്തി. അപ്പം ചഠന എന്താ? കയറുക. ആ ഭിത്തിയിലേക്ക് ഈ ധാന്യവുമായി കയറുമ്പോൾ 100 बार फिसलती है,
100 എത്രയാ? 100 പ്രാവശ്യം എന്ത് ചെയ്യും? വഴുതി വീഴും. ഉറുമ്പുകൾ ധാന്യം കൊണ്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ എപ്പോഴും എന്ത് ചെയ്യുക? ഒരുപാട് തവണ ഈ ധാന്യവുമായിട്ട് കൊണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യും? ഭിത്തിയിൽ നിന്നും വഴുതി താഴെ വീഴും. അപ്പോഴും അവരത് ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഭിത്തിയിലേക്ക് ധാന്യവുമായി കയറാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ പരിശ്രമത്തിൻ്റെ മഹത്വം എന്തിലൂടെയാണോ കവി പറഞ്ഞു തരുന്നത്? ഉറുമ്പുകളോട് സാമ്യപ്പെടുത്തിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നുകൂടി ആ വരി വായിക്കാം. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചട്തി ദീവാരോं पर 100 बार ഫിസൽത്തി ഹേ. കുഞ്ഞുറുമ്പുകൾ എന്താ? അവർ ധാന്യവുമായി ഭിത്തിയിലൂടെ കയറി പോകുമ്പോൾ, ദീവാർ എന്താ? ഭിത്തിയിലേക്ക് കയറുമ്പോൾ 100 बार ഫിസൽത്തി ഹേ, 100 പ്രാവശ്യം, ഒരുപാട് തവണ എന്ത് ചെയ്യുന്നു? തെന്നി താഴെ വീഴുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അവർ പരിശ്രമം ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത വരി എന്താ? मन का विश्वास रगों में साहस भरता है, चढ़कर गिरकर चढ़ना न अखरता है. मन का विश्वास रगों में साहस भरता है. എന്താ? मन का विश्वास എന്താ? നമ്മുടെ മനസ്സിലെ വിശ്വാസം. രഗോമേം സാഹസ് ഭർത്താ ഹേ, എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നേ? നമ്മുടെ സിരകളിൽ കരുത്തു നൽകുന്നു. രഗ എന്താ? സിരകളിൽ അല്ലേ? സിരകളിൽ നമ്മുടെ ഞരമ്പുകളിൽ എന്ത് ചെയ്യുന്നു? ഒരു കരുത്ത് നൽകുന്നു. എന്താ? നമ്മുടെ മനസ്സിലൊരു വിശ്വാസം, നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മനസ്സിലെ ഒരു വിശ്വാസം, ഒരു കരുത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് സിരകളിൽ എന്ത് ചെയ്യുന്നു? വിജയത്തിലേക്ക് എത്താനുള്ള ശക്തി നമുക്ക് നൽകുന്നു. മൻകാ വിശ്വാസ് രഗോമേം സാഹസ് ഭർത്താ ഹേ, മനസ്സിലുള്ള ഒരു വിശ്വാസം, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു വിശ്വാസം എന്താ? സിരകളിൽ നമുക്ക് കരുത്ത് നൽകുന്നു. മുന്നോട്ട് സഞ്ചരിക്കാനുള്ള, അതായത് പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് നൽകുന്നു. മനസ്സിലായോ? പിന്നെന്താ പറയുന്നേ? ചട്കർ ഗിർക്കർ ചട്ന ന അഖർത്താ ഹേ. എന്താ? ഈ ഉറുമ്പുകളെ പോലെ എന്ത് ചെയ്യുന്നു? ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു? ചട്ന, കയറുമ്പോൾ എന്ത് ചെയ്യും? വീഴും. പിന്നെന്താ? വീണിട്ട് വീണ്ടും എന്ത് ചെയ്യും? അവർ വീണ്ടും കയറും. ചട്കർ ഗിർക്കർ ചട്ന ന അഖർത്താ ഹേ. അവർക്ക് എന്താ? വീണ്ടും വീണ്ടും വീഴുകയും വീണ്ടും അവർ കയറാൻ ശ്രമിക്കുന്നതും എന്തല്ല? അവർക്കൊരു മോശമായ കാര്യമല്ല അല്ലേ? ന അഖർത്താ ഹേ, അവർക്ക് അതൊരു മോശമായി തോന്നുന്നില്ല. അവർക്ക് എന്തുമാത്രമാണ്? തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ചിന്ത മാത്രമാണ് ഉറുമ്പുകൾക്കുള്ളത്. വീണ്ടും വീണ്ടുമുള്ള പരാജയം അവരെന്ത് ചെയ്യുന്നില്ല? തളർത്തുന്നില്ല. അവർക്കതൊരു തോൽവിയായി തോന്നുന്നില്ല. അവ വീണ്ടും വീണ്ടും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? മൻകാ വിശ്വാസ് രഗോമേ സാഹസ് ഭർത്താ ഹേ. എന്താ? മനസ്സിലെ വിശ്വാസം ഞരമ്പുകൾ, നമ്മുടെ സിരകളിൽ കരുത്ത് നൽകുന്നു. കയറുമ്പോൾ വീഴുന്നതും വീണ്ടും എന്താ? കയറാനായിട്ട് ശ്രമിക്കുന്നതും ഉറുമ്പുകൾക്ക് എന്താ ചെയ്യുന്നില്ല? മോശമായി തോന്നുന്നില്ല. ചട്കർ ഗിർക്കർ ചട്ന ന അഖർത്താ ഹേ. വീണ്ടും വീണ്ടും വീഴുകയും കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അവർക്ക് മോശമായി തോന്നുന്നില്ല. അടുത്ത വരികൾ എന്താ? ആഖിർ ഉസ്കി മെഹനത് ബേക്കാർ നഹീം ഹോത്തി, कोशिश करने वालों की कभी हार नहीं होती. आखिर उसकी मेहनत बेकार नहीं होती. എന്താ? അവസാനം അവരുടെ പരിശ്രമം ബേക്കാർ ഹോന എന്താ? വിഫലമാവുക. അപ്പോൾ ബേക്കാർ നഹീം ഹോത്തി, അവസാനം അവർ എന്ത് ചെയ്യും? ലക്ഷ്യത്തിൽ തന്നെ എത്തുക തന്നെ ചെയ്യും. അവരുടെ പരിശ്രമം എന്ത് ചെയ്യുന്നില്ല? വിഫലമായി പോകുന്നില്ല. അവരുടെ പരിശ്രമം എന്താ? പ്രയോജനമില്ലാതെ ആകുന്നില്ല. മനസ്സിലായോ? ആഖിർ ഉസ്കി മെഹനത് ബേക്കാർ നഹീം ഹോത്തി, കോശിഷ് കർനെ വാലോം കി കഭി ഹാർ നഹീം ഹോത്തി. എന്ത് ചെയ്യാനാ? എന്താ പറയുന്നേ? കോശിഷ് കർനെ വാലോം, പരിശ്രമിക്കുന്നവർക്ക് എന്താ? കഭി ഹാർ നഹീം ഹോത്തി, ഒരിക്കലും തോൽവി ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നതിലൂടെ എന്താ ചെയ്യുന്നത്? നമ്മൾ വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആഖിർ ഉസ്കി മെഹനത് ബേക്കാർ നഹീം ഹോത്തി, അവസാനം അവരുടെ ശ്രമം എന്ത് ചെയ്യുന്നില്ല? വിഫലമാകുന്നില്ല. കോശിഷ് കർനെ വാലോം കോ കഭി ഹാർ നഹീം ഹോത്തി, പരിശ്രമിക്കുന്നവർക്ക് എന്താ? തോൽവി ഉണ്ടാകുന്നില്ല. മനസ്സിലായോ?
നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. मन का विश्वास रगों में साहस भरता है. चढ़कर गिरना, गिरकर चढ़ना न अखरता है. आखिर उसकी मेहनत बेकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागो तुम. संघर्ष का मैदान छोड़कर मत भागो तुम. कुछ किए बिना ही जय जयकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. അസഫലത എന്താ? പരാജയം. അസഫലത ഏക് ചുനൗത്തി ഹേ. അസഫലത അതായത് പരാജയത്തിന് എന്താണ് ഇവിടെ പറയുന്നത്? ചുനൗത്തി. ചുനൗത്തി എന്താ? വെല്ലുവിളി. അപ്പോൾ നമ്മുടെ പരാജയങ്ങളെ നമ്മൾ എന്തായി എടുക്കുക? വെല്ലുവിളികളായി സ്വീകരിക്കുക. ഇസെ സ്വീകാർ കരോ. അപ്പോൾ നമ്മുടെ പരാജയങ്ങളെ വെല്ലുവിളികളായി സ്വീകരിക്കുക. ക്യാ കമി രഹ് ഗയി ദേഖോ ഓർ സുധാർ കരോ. ക്യാ കമി രഹ് ഗയി, നമ്മൾ എന്താ ലക്ഷ്യത്തിനെത്താനായിട്ട് എന്തിൻ്റെ കുറവാണ്? അതായത് നമ്മൾക്ക് ലക്ഷ്യത്തിനെത്താൻ കഴിയാത്തതിൻ്റെ കാരണം, കുറവുകളും കാരണങ്ങളും. കമി എന്താ? കുറവ്. അപ്പോൾ ലക്ഷ്യത്തിനെത്താൻ കഴിയാത്തതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ എന്ത് ചെയ്യാനാ പറയുന്ന? സുധാർ കരോ. അവയെ എന്ത് ചെയ്യാനാ പറയുന്നത്? അവയെ തിരുത്തി മുന്നോട്ട് പോകുക. അപ്പോൾ എന്താ ചെയ്യാൻ പറയുന്നത്? അസഫലത ഏക് ചുനൗത്തി ഹേ, ഇസെ സ്വീകാർ കരോ. ക്യാ കമി രഹ് ഗയി ദേഖോ ഓർ സുധാർ കരോ. അപ്പോൾ അസഫലത, പരാജയത്തിനെ വെല്ലുവിളികളായി എടുത്ത് അവയെ സ്വീകരിക്കുക. നമ്മുടെ ലക്ഷ്യത്തിനെത്താനായിട്ടുള്ള കുറവുകളെ കണ്ടെത്തി അവയെ തിരുത്തുക. മനസ്സിലായോ? असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागो तुम. संघर्ष का मैदान छोड़कर मत भागो तुम. जब तक न सफल हो, നമ്മൾ വിജയത്തിൽ എത്തുന്നത് വരെ, അതായത് സഫൽ ഹോ, നമ്മുടെ ലക്ഷ്യം എത്തുന്നത് വരെ എന്ത് ചെയ്യാനാ പറയുന്നത്? നീന്ത് ചൈൻ കോ ത്യാഗോ തും. നീന്ത് എന്താ? ഉറക്കം. ചൈൻ എന്താ? വിശ്രമം. അപ്പോൾ എന്തൊക്കെ? ത്യാഗ് എന്താ? ത്യജിക്കുക. അപ്പോൾ എന്തിനെയൊക്കെ ത്യജിക്കാനാണ് പറയുന്നത്? വിജയിക്കുന്നത് വരെ ഉറക്കവും വിശ്രമവും നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. മനസ്സിലായോ? സംഘർഷ കാ മൈതാൻ ചോട്കർ മത് ഭാഗോ തും. എന്താ? നമ്മുടെ മുന്നിൽ ഒരുപാട് സംഘർഷങ്ങൾ. സംഘർഷ കാ മൈതാൻ, യുദ്ധഭൂമി എന്ന അർത്ഥവുമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ അല്ലേ, അവയെ എന്ത് ചെയ്യാം? മൈതാൻ ചോട്കർ മത് ഭാഗോ തും. അവയെല്ലാം ഉപേക്ഷിച്ച് അവയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാനാണ് കവി പറയുന്നത്. നമ്മുടെ മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നും എന്താ? നമ്മൾ ഒളിച്ചോടാതെ അവയെ ധൈര്യപൂർവ്വം നേരിടാനാണ് കവി പറയുന്നത്. സംഘർഷ കാ മൈതാൻ ചോട്കർ മത് ഭാഗോ തും. മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. ജബ് തക് ന സഫൽ ഹോ നീന്ത് ചൈൻ കോ ത്യാഗോ തും. സംഘർഷ കാ മൈതാൻ ചോട്കർ മത് ഭാഗോ തും. कुछ किए बिना ही जय जयकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ പരിശ്രമത്തിൻ്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. കുച്ച് കിയേ ബിനാ ഹി ജയ് ജയ്കാർ നഹീം ഹോത്തി. എന്താ? ഒന്നും ചെയ്യാതെ ആരും എന്ത് ചെയ്യുന്നില്ല? വിജയത്തിലേക്ക് എത്തുന്നില്ല. കോശിഷ് കർണേ വാലോംക്ക് കഭി ഹാർ നഹീം ഹോത്തി. പരിശ്രമിക്കുന്നവർക്ക് എന്തില്ല? പരാജയങ്ങൾ ഇല്ല. അപ്പോൾ ഇവിടെ എന്താ? കവിത മുഴുവൻ മനസ്സിലായോ? നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागो तुम.
संघर्ष का मैदान छोड़कर मत भागो तुम, कुछ किए बिना ही जय जयकार नहीं होती, കോശിഷ് करने वालों की कभी हार नहीं होती. അപ്പോൾ ഇവിടെ കവി പരിശ്രമത്തിൻ്റെ മഹത്വത്തെ പറ്റിയാണ് നമ്മുടെ മുന്നിൽ പറയുന്നത്. പരിശ്രമം അതായത് നമ്മുടെ മുന്നിലെ പ്രശ്നങ്ങളെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്ത് വീണ്ടും പരാജയം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. പരിശ്രമിച്ച് എന്ത് ചെയ്യുക? ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ കവിത എല്ലാവർക്കും മനസ്സിലായോ? തൊട്ട് താഴെയായിട്ട് എന്താ? മെയ് 1 പ്രത്യേകത എന്താ? മെയ് 1 തൊഴിലാളി ദിനമാണ് അല്ലേ? വിശ്വ ശ്രമിക് ദിവസ്, ലോക തൊഴിലാളി ദിനമാണ് മെയ് 1 പ്രത്യേകത. അപ്പോൾ കവിത എല്ലാവർക്കും മനസ്സിലായല്ലോ. കവിതയിൽ എന്താ പറയുന്നത്? പരിശ്രമത്തിൻ്റെ മഹത്വത്തെ പറ്റിയാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ലഹർ ഓർ നൗക കിൻ കിൻ കെ പ്രതീക് ഹേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞേ? ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി അല്ലേ? അങ്ങനെ ഒരു വരി നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ലഹർ ഓർ നൗക, ലഹർ എന്താ? തിരമാലയും, നൗക എന്താ? വള്ളം. ഇവ എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളായിരിക്കാം? ലഹർ അതായത് തിരമാലകൾ എന്തിനോടാണ് ഇവിടെ കവി പറയുന്നത്? നമ്മളുടെ മുന്നിലെത്തുന്ന പ്രശ്നങ്ങൾ, ചുനൗത്തിയം അല്ലേ, വെല്ലുവിളികളെയാണ് ലഹർ എന്നതുകൊണ്ട് ഇവിടെ കവി പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? നൗക എന്താ പറയുന്നത്? നൗക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ നിരന്തരമായുള്ള നമ്മുടെ പരിശ്രമം അല്ലേ? നിരന്തര പരിശ്രമം ആണ് ഇവിടെ എന്തിൻ്റെ പ്രതീകം? നൗക എന്നതുകൊണ്ട് കവി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യം എന്താ? ചട്കർ ഗിർന ഗിർക്കർ ചഠ്ന ന അഖർത്താ ഹേ, ആശയ് വ്യക്ത് കരോ. ഇവിടെ എന്താ? ഉറുമ്പുകളെ പറ്റി പറഞ്ഞല്ലേ? ഉറുമ്പുകൾ എന്ത് ചെയ്യും? ഭിത്തിയിലേക്ക് കയറുമ്പോൾ താഴേക്ക് വീഴും, വീണ്ടും കയറാനായിട്ട് ശ്രമിക്കും. ചട്കർ ഗിർന ഗിർക്കർ ചട്ന ന അഖർത്താ ഹേ, അത് അവർ എന്ത് ചെയ്യുന്നില്ല? അത് ഒരു നാണക്കേടായി, ഒരു മോശമായി അവരെന്ത് ചെയ്യുന്നില്ല? കണക്കാക്കുന്നില്ല. ആശയ് വ്യക്ത് കരേ, അത് അതിൻ്റെ ആശയം വ്യക്തമാക്കാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ മുന്നിൽ എന്താ? ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലേ? മുസീബത്ത്, പ്രശ്നങ്ങൾ ഒരുപാട് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് എന്ത് ചെയ്യില്ല? പരാജയം സമ്മതിക്കരുതല്ലേ? ചില സമയം എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും വീണ്ടും തളരും അല്ലേ? ഉറുമ്പുകളെ പോലെ താഴേക്ക് വീഴും. ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ചട്കർ ഗിർന ഗിർക്കർ ചട്ന ന അഖർത്താ ഹേ എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ചീണ്ടിയോം സെ ഹമേം കോൺ സി പ്രേരണ മിൽത്തി ഹേ. ചീണ്ടി എന്താ? ഉറുമ്പുകൾ. ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ പ്രേരണയാണ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. എന്ത് പ്രേരണയാ? പരിശ്രമം അല്ലേ? വിജയ് തക് പരിശ്രം കർണാ ചാഹിയേ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ പരിശ്രമിക്കുക എന്ന പ്രേരണയാണ് ആര് നൽകുന്നത്? ചീണ്ടി, ഉറുമ്പുകൾ നമുക്ക് നൽകുന്നത്. മനസ്സിലായോ? കവിത എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഈ കവിതയിൽ എന്താ? പരിശ്രമത്തെ പറ്റി പഠിച്ചു. പരിശ്രമത്തെ പറ്റി കുറച്ച് ഉദാഹരണങ്ങൾ, ഉറുമ്പുകൾ പോലെയുള്ള ഉദാഹരണങ്ങളിലൂടെ എന്താ? പരിശ്രമത്തിൻ്റെ മഹത്വം കവി നമുക്ക് കാണിച്ചു തന്നു. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താ? കവിതാസെ തുക്കുവാലെ പതിച്ചുനെ. അപ്പോൾ പ്രാസ ഭംഗിയുള്ള വാക്കുകൾ കണ്ടെത്താനാണ് ഇവിടെ പറയുന്നത്. മുൻപുള്ള കവിതകളിൽ നിങ്ങളിത് കണ്ടെത്തിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്കുണ്ട്. ചൽത്തി ഹേ ഫിസൽത്തി ഹേ. എന്താ? തീ ഹേ, അവസാനത്തെ ശബ്ദങ്ങൾ ഒരുപോലെയാണ്. അതുപോലെയുള്ള ഉദാഹരണങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭർത്താഹേ അഖർത്താഹേ, കവിതയിൽ തന്നെയുള്ള 2 വരികളിൽ തുക്വാലെ പദ്, ഇതുപോലെയുള്ള പദങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഭർത്താഹേ അഖർത്താഹേ, അതിൻ്റെ അവസാനം എങ്ങനെ? താഹേ, ഒരേ ശബ്ദത്തിൽ തന്നെ അവസാനിക്കുന്നു. അടുത്ത ചോദ്യം എന്താ? സഫലതാക്കെ സാധൻ ചുനേ. സാധൻ എന്താ? മാർഗം. അപ്പോൾ വിജയത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. ഇവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം ഏതൊക്കെയാണെന്ന് ശരിയായ മാർഗങ്ങൾ കണ്ടെത്തുക. ആദ്യത്തെ പോയിന്റ് എന്താ? സാർത്ഥക് പരിശ്രം കർണാ ചാഹിയേ.
അപ്പം എന്താ അധ്വാനം എന്താ പ്രയോജനകരമായിരിക്കണം. രണ്ടാമത്തത് എന്താ ആത്മവിശ്വാസ് ഹോനാ ചാഹിയേ, നമുക്ക് എന്ത് വേണം, ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. അടുത്തത് എന്താ കാം കിയേ ബിന ആരാം സെ രഹ്നാ ചാഹിയേ, എന്താ അധ്വാനിക്കാതെ സുഖമായി ജീവിക്കണം. അടുത്ത പോയിന്റ് എന്താ ചുനൗത്തിയോം കോ സ്വീകാർ കർണാ ചാഹിയേ, എന്താ തോൽവികളെ സ്വന്തം കുറവായി അംഗീകരിക്കണം. അല്ലേ, നമ്മുടെ എന്താ വെല്ലുവിളികളെ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. असफलता को अपनी कमी चुनौतियों को स्वीकार करना चाहिए, എന്താ നമ്മുടെ വെല്ലുവിളികളെ നമ്മൾ സ്വീകരിക്കുക. അസഫലതാക്കോ അപ്നി കമി മാനി ചാഹിയേ, അതെന്താ നമ്മുടെ കുറവുകൾ, അവിടെയാണ് നമ്മുടെ കുറവുകളെ എന്താ ചെയ്യുക, സ്വന്തം കുറവായി അംഗീകരിക്കുക. ഇവയിൽ ഏതൊക്കെയാണ് ശരിയായ മാർഗങ്ങളെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുമല്ലോ. അടുത്ത ചോദ്യം എന്താ കവിത കേലിയെ അലഗ് ശീർഷക് ദേ സമർത്ഥൻ കരെ. കവിത കേലിയെ അലഗ് ശീർഷക്, എന്താ മറ്റൊരു ഹെഡിങ് കവിതയ്ക്ക് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അതിൻ്റെ കാരണം കൂടി നിങ്ങൾ എഴുതണം. അപ്പോൾ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാമല്ലോ കവിതയ്ക്ക്. അപ്പോൾ അത് ഹെഡിങ് മാത്രം കൊടുത്താൽ പോരാ, എന്താ അതിൻ്റെ കാരണം കൂടി എഴുതണം. അടുത്ത ചോദ്യം എന്താ നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാം ചുനെ. താഴെ 2 പോയിന്റുകളുണ്ട്. അതിൻ്റെ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തണം. ആദ്യത്തത് എന്താ ഡർക്കർ ബൈഠ്നെ സെ കാം നഹീം ചൽത്താ. പേടിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ വിജയത്തിൽ ഒരിക്കലും എത്തില്ല. ആ ആശയം വരുന്ന വരി ഏതാ, ആദ്യത്തെ വരിയാണല്ലേ. ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീം ഹോത്തി, എന്താ തിരമാലകളെ പേടിച്ച് വള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല, മറുകരയിൽ എത്തില്ല. അതേ ആ വരിയല്ലേ ഈ മീനിങ് വരുന്നത്. ഡർക്കർ ബൈഠ്നെ സെ കാം നഹീം ചൽത്താ, എന്താ പേടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ലക്ഷ്യത്തിലെത്തില്ല. അടുത്തത് എന്താ അപ്നി കമിയോം കോ പഹചാൻ കർ സുധാർ കരേ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുറവുകളെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തത് എന്നത് കണ്ടെത്തി അവയെ തിരുത്തി മുന്നോട്ട് പോവുക. അതേതാ വരി, ക്യാ കമി രഹ് ഗയി ദേഖോ ഓർ സുധാർ കരോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആശയം വരുന്ന വരികൾ കണ്ടെത്തിയില്ലേ. ഇനി അടുത്ത ചോദ്യം എന്താ चुनौतियों का सामना करके जीवन में सफलता पाए व्यक्तियों की सूची बनाए उनका कार्यक्षेत्र लिखे. അപ്പോൾ എന്ത് ചെയ്യാനാ പറയുന്നത്, വെല്ലുവിളികളെ നേരിട്ട് അല്ലേ, വെല്ലുവിളികളെ നേരിട്ട് ജീവിതത്തിൽ എന്താ വിജയം കൈവരിച്ചവരുടെ ഒരു പട്ടിക, സൂചി ബനായം, ഒരു പട്ടിക തയ്യാറാക്കാനാണ്. എന്നിട്ട് എന്തുകൂടി ചെയ്യണം, ഉൻകാ കാര്യക്ഷേത്ര ഭി ലിഖേ, എന്താ അവരുടെ മേഖലകൾ, അവരുടെ ഏതൊക്കെ മേഖലയിലാണ് എന്നതുകൂടി എഴുതണം. അത് നിങ്ങൾക്ക് കണ്ടെത്താമല്ലോ. നമ്മുടെ പാഠത്തിൻ്റെ ആദ്യം തന്നെ 4 പേരെ പറ്റി പരിചയപ്പെട്ടിരുന്നു. അതുപോലെയുള്ള വിവരങ്ങൾ കൂടി കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം എന്താ മെഹനത് കെ മഹത്വ പർ ലഘുലേഖ തയ്യാർ കരേ. എന്താ പരിശ്രമത്തിൻ്റെ മഹത്വത്തെ പറ്റി ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അതിനായിട്ട് കുറച്ച് പോയിന്റുകൾ കൂടി ഇവിടെയുണ്ട്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. പരിശ്രമത്തെ പറ്റിയാണ് നമ്മൾ കവിതയെ പറ്റി പഠിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ശ്രമിക്കുക. സ്വന്തമായി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവരും ചെയ്തു നോക്കുമല്ലോ. ആദ്യം എല്ലാവരും എന്ത് ചെയ്യുക, പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്, പരിശ്രമത്തിൻ്റെ മഹത്വത്തെ പറ്റി കവി ഇവിടെ പറഞ്ഞു തന്നു. പാഠഭാഗം മനസ്സിലായാൽ മാത്രമേ ബാക്കി ചോദ്യങ്ങൾക്ക് സ്വന്തമായി ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ധന്യവാദം.